ഗൈസ്. അപ്പോൾ സമയം കുറേ ഉണ്ട്. നമ്മളെ എണീറ്റപ്പോഴേക്കും സമയമായി. ഞാൻ എണീപ്പിച്ചു. ഇപ്പം എണീപ്പിച്ചിട്ടുള്ളൂ. എവിടെ ഇരിക്കുന്നുണ്ട് കുറേ നേരം. ഗൈസ് ഒരു 4:30 ഉണ്ടാവും. സമയം കുറേ കഴിഞ്ഞു. ഇതിൻ്റെ മുകളിലൊക്കെ ആയി ഇപ്പോൾ ഞങ്ങളുടെ സ്നാക്സ്. ലൈക്ക് ടാർഗറ്റ് എങ്ങനെയാണ്? സബ്സ്ക്രൈബ് ചെയ്യാം, മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യാം. കണ്ണിന് ചെറിയ നീരുണ്ടായി പണ്ടല്ല 3 ദിവസം മുമ്പ്. അടുത്ത് അടുത്ത ചാനല് പുഴയുടെ തീർത്തായിരിക്കും കേസ്. അപ്പോൾ പുഴയുടെ തീർത്തുള്ള ചാനൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യാം. അതാണ് ഞാൻ പിന്നെ നിങ്ങളുടെ പുറകെ മച്ചാൻ തന്നെയാണ്. അപ്പം ശരി ഗേസ്. അപ്പം നമ്മൾ ഹാപ്പി തന്നെയിട്ടു. കുറച്ച് വൈകി. ഇവിടെ കുറച്ച് ഇതൊക്കെ വെച്ചിട്ടുണ്ടായി ഞാൻ. അയ്യോ നമ്മൾ കഴിച്ചോണ്ടിരുന്നാണ്. മച്ചന്മാരെ അപ്പം നമ്മൾ ഒരു ചെറിയ നാപ്പ് എടുക്കാൻ പോണു. അപ്പൂസൻ അവിടെ ഉണ്ട്. ഇതവിടെ നമ്മൾ അമ്മേ ചെറിയ ഒരു നാപ്പ്. ബൈ ബൈ ഗായ്സ്. കാണാം. അപ്പം മച്ചന്മാരെ നമ്മൾ നല്ലൊരു വൃത്തികെട്ട ഒരു ഉപകാരമില്ലാത്ത മണ്ടത്തരം കാട്ടാൻ പോവാണ്. ഇത് കാണണ്ട, ഈ പാമ്പുള്ള സ്ഥലത്തേക്ക് നമ്മൾ ഇറങ്ങാൻ പോവാ. ആ തെങ്ങ് വരെ പോയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. എൻ്റെ പുറകെവാ അപ്പം അമ്മേ ശരി ശരി അമ്മേ. മച്ചന്മാരെ മൊത്തം മുള്ളാണേ. അപ്പം ഗൈസ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാ. നടക്കണം സർവൈവൽ. എന്താ മച്ചാമാരെ ഈ വൃത്തിയായിട്ട ചെടിയാണ്. മുള്ളണ്ടാ ഈ ചെടികൾ ഇങ്ങോട്ട് ഓടിക്കണം. ബാ നല്ല കടിയാണ്. നല്ല കടിയാണ്. എൻ്റെ അമ്മ എന്തോരം എടാകൂടെ നടക്കാം. ഇങ്ങനെ തൊടിക്കാതെ നടക്കാം. മച്ചന്മാരി തെങ്ങ് വരെ എത്തിക്കണം. അത്രേ ഉള്ളൂ ഞങ്ങളുടെ ചാലഞ്ച് എന്ന് വെച്ചാൽ. മച്ചൻ്റെ പുറകിലുണ്ട് ഭക്ഷണം കഴിച്ചോണ്ട് വരുന്നുണ്ട്. എടാ ഇവിടെ ടെൻ്റ് വയ്ക്കാൻ പറ്റിയ സ്ഥലമായിരുന്നോ? ഇവിടെ ടെൻ്റ് വെച്ചിട്ട് മുങ്ങിപ്പോയിരുന്നു. അയ്യോ മുങ്ങിപ്പോകാൻ പറ്റിയ ടെൻ്റാണ്. പാമ്പൊന്നും കടിച്ചില്ല. സ്ഥലം ഇത്രേ ഉള്ളൂ. പാമ്പടിച്ചില്ല. പാമ്പടിച്ചില്ല. ഏത് ഭാഗ്യത്തിന് നടക്കി ഇവിടെ അനാക്കൗണ്ട് അവരുണ്ട്. എന്നെ പിടിച്ച് വലിയ പാമ്പളൊക്കെ ഉണ്ട്. അനാക്കൗണ്ടൊന്നും ഇല്ല. മലമ്പാമ്പിനൊക്കെ ഇവിടെ കണ്ടിട്ടുണ്ട് പണ്ട്. വലിയ കാടാ. വീടിന്റെ പൊക്കത്തിലെ കാട്. പിന്നെ എനിക്ക് ചെറിയ തൊണ്ടവേനുണ്ട്. അത് നോമാണ് സംസാരിക്കുന്നത്. ഇവനാണ് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത്. നല്ലൊരു കുറിച്ചായിരുന്നു സത്യം പറയാലോ. ഞാൻ പ്രതീക്ഷിച്ചില്ല. അപ്പോൾ നമ്മൾ മച്ചന്മാരെ ഇപ്പം ക്യാമ്പ് ഫയറൊക്കെ ഔട്ടായി. ക്യാമ്പ് ഫയറൊക്കെ തീർന്നു. അപ്പൂസൊക്കെ ഇവിടെ നിൽക്കുന്നു. സംഭവങ്ങളൊക്കെ ഓക്കെ ആയിട്ട് പോകുന്നുണ്ട്. ഞങ്ങൾ നല്ല ബോറടിക്കുന്നുണ്ട്. ഞങ്ങളിവിടെ ലാസ്റ്റത്തെ സ്നാക്സ് കഴിച്ചിരിക്കും. അത് കഴിഞ്ഞാൽ പോവാൻ നോക്കാം ഗൈസ്. ഒരു 2:30 ഇല്ല, ഒരു 2 മണി ആവാറുണ്ട്. അപ്പം 2:30 ആകുമ്പോൾ ഞങ്ങൾ നിർത്താൻ പോണേ. ഒരു അരമണിക്കൂർ ഈ സാധനമൊക്കെ കഴിച്ചിട്ട് അവിടെ ഇരിക്കും. ശരി. അപ്പം ഗായ്സ് തിന്നേനും അത്യാവശ്യം ടേസ്റ്റ് ഉണ്ടായി. പക്ഷെ അപ്പൂസിൻ്റെ നന്നായിട്ട് അടി പിടിച്ചിട്ടുണ്ടായി. എൻ്റെ അത്യാവശ്യം അടി പിടിച്ചിട്ടുണ്ടായി. നല്ല ടേസ്റ്റ് ഉണ്ടായി.
അടി പിടിച്ചിട്ടുണ്ടായിരുന്നാലും മുകളിലത്തെ ഭാഗം നല്ല ടേസ്റ്റ് ഉണ്ടായി. ഞങ്ങൾ മൊത്തം തിന്നുന്നുണ്ട്. പിന്നെ നല്ല ചിപ്സൊക്കെ ഞങ്ങൾ രക്ഷകന്മാര് ഇപ്പോഴും വിശക്കുണ്ട്. ഞങ്ങൾക്ക് തിന്നിട്ടും വിശക്കുണ്ട്. 3 മണിയില്ല. അപ്പം നമ്മൾ ഓറിയോ ഇത് വൃത്തിയായിട്ട് ഓറിയോ ആണ്. BTSൻ്റെ അലമ്പോ ഓറിയോ എനിക്കിഷ്ടമല്ല. എനിക്ക് BTSൻ്റെ തന്നെ ഇഷ്ടമല്ല. അപ്പം നമ്മളൊരു ഇലയിൽ ഓറിയോ അങ്ങനത്തെ ഒരു സംവിധാനം നടത്താൻ പോവാണ്. കാണാൻ പറ്റുന്നുണ്ടായിരിക്കും. അപ്പൂസിൻ്റെ ടെൻറ്റ് ഇപ്പോഴും തീയേട് നടക്കുന്നുണ്ട് ഇവിടെ. എൻ്റെ ടെൻറ്റും കുഴപ്പമില്ലാതെ അകത്ത് നടക്കുന്നുണ്ട്. അകത്ത് ഞാൻ ബാക്ക് ഡോറുണ്ട്, ഫ്രണ്ട് ഡോറുണ്ട്. പിന്നെ ഞങ്ങളപ്പോൾ ഓരോ വെച്ചിട്ട് എടുക്കാം അച്ഛന്മാരെ. അപ്പം നമ്മൾ വിളമ്പാൻ പോവാണ്. നമ്മുടെ സ്പെഷ്യൽ കറിയാണ്. നല്ല ടേസ്റ്റുള്ള നൂഡിൽസാണെന്നാണ് എൻ്റെ പ്രതീക്ഷയിൽ. ഇങ്ങനെ കട്ടോട് ചിക്കൻ ഉണ്ട്. എന്താ കാരണം എന്നാണല്ലോ അവിടെ മറ്റേ സ്പൂണും കൂടി തന്നിട്ട് പിടിക്കുക. അപ്പം നമ്മൾ ഇതിങ്ങനെ കോരി ഇങ്ങോട്ട് എടുക്കാൻ പോകണം. ഇങ്ങനെ ഈ ചാനൽ ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. ഇനിയുണ്ട് ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ 2 മണിക്കൂർ ചെയ്യാൻ ഗൈസ്. അപ്പം ഞങ്ങൾ അതിജീവനം മറ്റന്മാരെ അപ്പോൾ ഞങ്ങൾ നൂഡിൽസ് സെറ്റാക്കുന്നുണ്ട്. ഞങ്ങൾ ഓൾമോസ്റ്റ് സെറ്റാക്കിയിട്ടുണ്ട്. ഇങ്ങനെ ഒരു ഫോർക്കാണ് മതി. ഫോർക്ക് അറ്റത്ത് കിടക്കുന്നുണ്ട്. ഇങ്ങനെ ഇളക്കുക മതി. മുട്ടയൊക്കെ ഇട്ടിട്ടുണ്ട്. മുട്ട പൊടിച്ചിട്ടുണ്ട്. കുറച്ച് മുളകൊക്കെ ഇട്ടിട്ടുണ്ട്. കുറച്ച് സീക്രട്ട് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉണ്ട്. നിങ്ങൾക്ക് പറഞ്ഞായിരുന്നെങ്കിൽ ഞങ്ങൾ പറഞ്ഞാൽ മതി. കമൻറ്റ് സെക്ഷനിൽ ഇടാ. റെസിപ്പി ആണെങ്കിൽ എഗ് നൂഡിൽസാണ്. അതെ, അത് എഗ് നൂഡിൽസാണ്. റെസിപ്പി ആണെങ്കിൽ അടിയിൽ കമൻ്റ് ആയിട്ട് ഇടാം. മണമൊക്കെ വരുന്നുണ്ട് അല്ലേ? മണം കൊണ്ട് ഇവിടെ നിൽക്കാൻ പറ്റില്ല. അത്ര നല്ല മണമാണ്. നമ്മുടെ സർവൈവിങ് ഇസ് വർക്കിംഗ് ഗൈസ്, ഇസ് വർക്കിംഗ്. ചിപ്സ് ടൈം വാട്ടർ ടൈം. പിടിച്ച് വെള്ളമൊക്കെ കുടിക്കുകയാണ്. സെറ്റായിട്ട് കടമാസ ഇവിടെ ഇങ്ങനെ കത്തുണ്ട്. ഇവിടെ ഞങ്ങൾ സെറ്റാക്കി വെച്ചേക്കുന്നതാണ്. അതിൻ്റെ ഒന്നും ഒക്കെ ഉണ്ട്. ചിപ്സ് സാധനങ്ങൾ ഓറിയോ അതൊക്കെ. ഇതാദ്യം തീർക്കാൻ നോക്കാം ഗൈസ്. നമ്മളിപ്പോൾ ഒരു 2 മണിക്കൂർ ജീവിച്ചു അല്ലേ? 2.5 മണിക്കൂർ അത് ജീവിച്ചു. നമ്മളിപ്പോൾ ഇവിടുന്ന് വിട്ടുപോയിട്ട് തന്നെ ഗൈസ് 2.5 മണിക്കൂറായി ജീവിക്കുന്നു. ടെൻറ്റിൽ നിന്ന് ഒരു തീറ്റുണ്ട്. അതാണ് ഞങ്ങളെ പ്ലേറ്റ് കാണിച്ചു തരാം ഗൈസ്. നാളെ പ്ലേറ്റ് ഞങ്ങൾ 2 ഒറ്റ പ്ലേറ്റിൽ ഇട്ടിട്ടാണ് തിന്നാൻ പോണത്. ആരുടെ ഉണ്ടില്ല സോൾട്ട് ഇട്ടാ? സോൾട്ട് പിങ്ക് സോൾട്ട്. ലാസ്റ്റത്തെ ഘട്ടത്തിലാണ് ഈ മരങ്ങളുടെ സംഭവത്തിൻ്റെ. ഞങ്ങൾ യൂട്യൂബ് ചാനലൊക്കെ ഇഷ്ടപ്പെടാന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തായാലും ഞങ്ങൾക്കത് വേണം ഗൈസ്. ഇത്ര കഷ്ടപ്പെടുന്നതിന് അതൊക്കെ വേണ്ടേ ഗൈസ്? കുറച്ച് പണിയാവില്ലേ? അപ്പം ശരി, തുടരുന്നു മച്ചന്മാരെ. അപ്പം നമ്മളെ മച്ചാൻ ഇത് ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ല സെറ്റായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. എൻ്റെ ആകെ ഇത് ഇത്ര കംപ്ലീറ്റ് ആയിട്ടുള്ളൂ. ഇത്ര കംപ്ലീറ്റ് ആയിട്ടുള്ളൂ. ഞാനൊരു ചെറിയ മിസ്റ്റേക്ക് പറ്റിയില്ലേ, ഞാൻ പറഞ്ഞില്ലേ. അതുകൊണ്ട് മച്ചാനിപ്പോൾ ഇതിൻ്റെ അകത്ത് കയറി ഇരിക്കുന്നുണ്ട്. ചെരുപ്പൊക്കെ ഊരിയിട്ട് ഇതിൻ്റെ അകത്ത് ഇരിക്കുന്നുണ്ട്. അപ്പോൾ അവൻ മുഖമൊക്കെ തുടച്ചുകൊണ്ടിരിക്കുക. ഗൈസ് ചെറുതായിട്ടൊരു പണി ഇട്ടിട്ടുണ്ട്. നമ്മുടെ ഈ സെറ്റപ്പ് കുറച്ച് പണിയായിട്ടുണ്ട്. കാരണം ഈ സംഭവം മാത്രമേ ഉള്ളൂ. കാരണം കുറച്ചുകൂടി മെലിഞ്ഞ കുടിച്ചായിരുന്നില്ല, തടിച്ച കുടിച്ചായിരുന്നു വേണ്ടേ. അപ്പം നമ്മൾ അതെടുത്തിട്ട് കാണാം ഗൈസ്. കത്തിക്കുന്ന വിഷയമാണ് ഗൈസ്. കത്തിക്കുന്നതാണ് നമ്മളിപ്പോൾ കാണുന്നത്. കുറച്ച് പേപ്പറൊക്കെ അതിൻ്റെ അകത്ത് ഇടാം. നമ്മൾ കുറച്ച് വിറക് കുഞ്ഞെടുത്തായിരുന്നു. ഓക്കെ,
അവൻ്റെ വിറക് എൻ്റെ ചാന്തുണ്ടല്ലേ വിറകിൻ്റെ അകത്തേക്ക് ഇടാം. ക്യാമറ പിടിച്ചോ. ക്യാമറമാൻ കൂട്ട് വെക്കുന്നതാണ്. കുഞ്ഞു കുഞ്ഞിതായിട്ട് വെക്കാൻ പോണവൻ. നമ്മള് പാത്രം വെക്കാൻ പോവാണ്. ഇനി വെള്ളം നമ്മള് വെള്ളം വെക്കാൻ പോണം. വിറകൊക്കെ എടുത്തിടുന്നതായിരിക്കും. നമ്മൾ ആ സമയം കൊണ്ട് കുറച്ചൊക്കെ മോനെ അല്ലെങ്കിൽ പാത്രം കത്ത് പിടിക്കൂട്ടാ. ഇതിൻ്റെ അകത്താണ് വെള്ളം. ഐസും വെള്ളോ എൻ്റെ പൊന്നെ ഐസ്. ഫ്രഷ് വെള്ളമുണ്ട്. ഫ്രഷ് വെള്ളം കിട്ടി. ഐസും വെള്ളത്തിനേരം ഇനി ഫ്രഷ് വാട്ടർ കുറച്ച് ചെയ്യാം. ആവശ്യം വരുന്ന അത്രയും ഒഴിക്കാം. ആവശ്യം വന്നാൽ മൊത്തം കുപ്പിയാണ് ഐസ്. ചെറുതായിട്ടൊന്ന് മുഞ്ചിട്ടുണ്ട് എന്നാലും, കാരണം നമ്മുടെ റിസോഴ്സസ് ഒക്കെ പതിയെ പതിയെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഐസ്. ശരിക്കും ഇനി സംഭവങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ മുട്ട എടുത്ത് റബ്ബർ ബാൻഡ് ഒന്ന് ഊരി തന്നെ. ഇതിൻ്റെ അകത്ത് കുറെ ക്യാരറ്റ് ഇതൊക്കെ ഉണ്ട് കേട്ടോ, മുളക് പൊടിയൊക്കെ. അപ്പം എന്തായാലും മുട്ടയുടെ കവർ ഇതിൻ്റെ അകത്തൊക്കെ തന്നെ ഇടാം. അത് വലിയ ടെക്നോളജിയാണ്. എൻ്റെ മേത്തേക്ക് ഒരു കുറച്ച് വെള്ളം വീണു. താഴെ പോയി പിന്നെ കഴിക്കാൻ പറ്റും. ചിപ്സ് ഒക്കെ എടുത്ത് തുടങ്ങി ചില്ലാവാൻ. ചിപ്സ് ഒന്നും ഇപ്പം എടുക്കണ്ട. ചില്ലാവാൻ അല്ല ക്യാരറ്റും മുളക് പൊടി മിക്സായി, ചെറുതായിട്ടൊന്ന് മിക്സായി. അത് കുഴപ്പമില്ല. ക്യാരറ്റും മുളക് പൊടി ഒരുമിച്ച് വെക്കാം ഗൈസ്. കർപ്പൂരം വെക്കണ്ട. ദേ നിന്റെ കർപ്പൂരം വേണോ? ഇവിടെ വെക്കണോ? നമ്മള് കത്തിക്കട്ടെ. അയ്യോ ഒടിഞ്ഞു ഗൈസ്. നല്ല കാര്യമാണ് ഇപ്പം നടന്നത്. കത്തിക്കാൻ പോണം. നല്ല കാറ്റുണ്ടാ നോക്കാം. അപ്പം മച്ചന്മാരെ അടുപ്പ് ഇവിടെ ഉണ്ട്. അടുപ്പിൽ നൂഡിൽസ് എത്തിക്കാൻ പോവാണ്. നൂഡിൽസൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ചെറിയ കുറച്ച് സീക്രട്ട് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. ഉണ്ടാക്കണ്ട കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇടാം. കുറച്ച് നമ്മളൊക്കെ ഉണ്ട്. ഈ 2 മുട്ട. 2 മുട്ടയാണ് ആദ്യം കത്തിക്കണ്ടേ? അല്ല കത്തിക്കല്ലേ, ബുൾസൈ ഉണ്ടാക്കണ്ടേ? വേണ്ടല്ലേ, 2 മുട്ട ഒപ്പം പൊട്ടിച്ചിട്ടാ പോലെ നൂഡിൽസിൻ്റെ ഒപ്പം. അത് കുഴപ്പമില്ല. അപ്പം ഞങ്ങൾ മുട്ടയുടെ മച്ചാനോടുണ്ട്. വാഴ ഇത് മുട്ട ഊര. മുട്ട കറക്റ്റ് മുട്ട ഊരിയുണ്ട്. ഇത് മുട്ട തന്നെ ആയിരിക്കണം ഈശ്വരന്മാർ. മുട്ടൊന്നും പൊട്ടിയിട്ടുണ്ടാവില്ലേ? കറക്റ്റ് 2 മുട്ട. 2 മുട്ട അവിടെയൊക്കെ ഉണ്ട്. 2 മുട്ട. കത്തി ചൂട്ടൊക്കെ ഇങ്ങനെ വച്ച് ഇങ്ങനെ ഇടാം. അപ്പോൾ നമുക്ക് പൊളിക്കാം ഗൈസ്. അപ്പോൾ 10 മണിക്ക് തുടങ്ങിയാണ്. ഇവിടെ ഒരു ചെറിയ കർപ്പൂരത്തിൻ്റെ കത്തിന് മാത്രമേ ഇപ്പോൾ ഉള്ളൂ. കർപ്പൂരം നമ്മൾ കർപ്പൂരം കൊണ്ട് ഇവിടെ കത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നല്ല കൊതുകടിയാണ്, അതുകൊണ്ട് കത്തിക്കായിരുന്നു. അപ്പോൾ ടെൻറ്റ്
ഇതാണ് നമ്മളെ സെറ്റപ്പ്. നല്ല സെറ്റപ്പ് ഉണ്ട്. അപ്പം ഗായ്സ് അപ്പം കർപ്പൂരം കത്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. കത്തി ഇപ്പം തീരുത്. നല്ല പണിയെടുത്തുണ്ട് ഈ സംഭവം ഉണ്ടാക്കാനായിട്ട്. എൻ്റെ കൂട്ടുകാരൻ്റെ സംഭവം ഉണ്ടാക്കാനായിട്ട് നല്ല പണിയെടുത്തുണ്ട്. കൂട്ടുകാരൻ നല്ല രസമേ. ഇവിടെ ചെറിയ ചവിട്ടി ചെറിയ നല്ലൊരു അകംഭാഗം തീപ്പെട്ടി അങ്ങനെ സംഭവങ്ങളൊക്കെ ആയിട്ടാണ് ബേസ്. ശരി അപ്പം മച്ചാമാര് നമ്മുടെ സംഭവം സെറ്റായിട്ടുണ്ട്. വാഴയിലേക്ക് വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മളപ്പം ഇതിൻ്റെ അകത്ത് ഇരുന്നിരിക്കും ഫുഡൊക്കെ പതിയെ കഴിക്കണ്ടാവുക. നല്ല കൊതുകുണ്ട്. അതുകൊണ്ട് ഇവിടെ കർപ്പൂരം വയ്ക്കുന്നത് നല്ലതാണ്. പൊടിക്കുക ഇങ്ങനെ വിതറ. പിന്നെ ഒരു കർപ്പൂരം കത്തിച്ച് ഇവിടെ മുമ്പിൽ തന്നെ വെക്കാം ഗൈസ്. കാണിച്ചിടാം. അപ്പം മച്ചമ്മ നമുക്ക് വീഡിയോക്കാരൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കുകയാണ്. അപ്പോൾ നമ്മൾ രണ്ട് സൈഡിലും സെറ്റാക്കി വെച്ചിട്ടുണ്ട് ടെൻറ്റ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്തുണ്ടല്ലോ ഗൈസ്, ഇതിൻ്റെ അകത്ത് വല്ലതും ചെയ്യാനായിട്ട് നോക്കാം. വല്ല വാഴയിലോ വല്ലതും വയ്ക്കാം. അപ്പോൾ ഗൈസ് കുറച്ചൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. ഇതാണ് എൻ്റെ ഇപ്പോൾ തൽക്കാലം ഇരിക്കണേ. അപ്പം നമ്മളിപ്പോൾ മൊബൈലാണ് എടുക്കണം നമുക്ക്. അപ്പം നമ്മൾ ഇവിടെ ഫുഡ് ഉണ്ടാക്കണില്ല, കുറച്ച് സ്നാക്സ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കഴിക്കാൻ. അമ്മേ അപ്പം അങ്ങനെ കഴിക്കാം. മച്ചാമാരെ അപ്പം നമ്മൾ ചെത്തിക്കൊണ്ടിരിക്കുകയാണ്. പണികളൊക്കെ ഉണ്ട്. എൻ്റെ കൂട്ടുകാരെ മോൻ കാണിക്കില്ല, അവൻ ഇപ്പോൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അവൻ്റെ നല്ലൊരു ബേസ് ഉണ്ട്. കാണിക്ക് എൻ്റെ ബേസ്. അവനിപ്പോൾ ബേസ് ഇറങ്ങി തുടങ്ങിയിട്ടുള്ളൂ. അപ്പോൾ നമുക്കപ്പോൾ ഈ ബേസ് ഉണ്ടാക്കിയിട്ട് കാണാം. ഹലോ മച്ചന്മാരെ, നമ്മളിന്ന് ക്യാമ്പ് ചെയ്യാൻ പോവാണ്. ഫയർ ക്യാമ്പ്. എൻ്റെ ഒരു വാഴത്തോട്ടത്തിലാണ്. എൻ്റെ വീടിൻ്റെ അവിടെയുള്ള ഒരു വാഴത്തോട്ടമാണ്. നിങ്ങൾക്ക് കാണാമല്ലോ, ഫുൾ വാഴത്തോട്ടമാണ്. ഭയങ്കര ഡിസ്റ്റൻസുള്ള വാഴത്തോട്ടമാണ്. അപ്പം നമ്മൾ ഇവിടെ നിന്ന് ഒരു 5 മണിക്കൂർ 4 മണിക്കൂർ ക്യാമ്പിങ് ആയിരിക്കും. ഈ വീഡിയോ പക്ഷേ 4 മണിക്കൂർ ഉണ്ടാവില്ല, പേടിക്കേണ്ട ഗൈസ്. അപ്പം നമ്മൾക്ക് നേരെ ചാനലിലേക്ക് കിടക്കാം. അപ്പം നമ്മുടെ കയ്യിലുള്ള കുറച്ച് സാധനങ്ങളാണ്. ഒന്നാമത് ഇതാണ് ഗൈസ്. ഇങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. ടെൻ്റ് ഉണ്ടാക്കാനുള്ളത് ഞാൻ ചെറുതായിട്ടൊക്കെ പഠിച്ചോളുള്ളൂ. അതിനുള്ള കമ്പൊക്കെ ഞാനിപ്പോൾ അടിച്ചേറ്റ് വെച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ കൂട്ടുകാരില്ലാതെ എങ്ങനെ സാധിക്കും ഗൈസ്. അപ്പം എൻ്റെ കൂട്ടുകാരൻ്റെ ടെൻ്റ് ഉണ്ടാക്കാനുള്ള സ്ഥലം കാണിച്ചു തരാം. ഇതാണ് ഗൈസ്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ടെൻ്റ് ഉണ്ടാക്കി പൊളിക്കുന്നതായിരിക്കും. നമ്മൾ ഇന്ന് 4 മണിക്കൂറിനുള്ളിൽ എന്തൊക്കെ ചെയ്യാൻ സാധിക്കുന്നോ അത്രയും ചെയ്യും ഗൈസ്. ഈ സംഭവങ്ങളിൽ നിന്നൊക്കെ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കും ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മൾ കൂട്ടുകാരൻ പറഞ്ഞവരെ വെയിറ്റ് ചെയ്യാം.